എല്ലാവർക്കും മരീൻ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും മേരി ക്രിസ്മസ്. കാർഡ്ബോർഡ് മാത്രം ഉപയോഗിച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുൽക്കൂടാണ് കേട്ടോ ഇത് നമ്മുടെ ചാനലിലെ 3ാമത്തെ പുൽക്കൂട് മേക്കിംഗ് വീഡിയോയാണ്. അപ്പോൾ ഈ പുൽക്കൂട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ചെറിയ കാർഡ്ബോർഡ് ബോക്സ് ആണ്. ഒരുപാട് വലിയ കാർഡ്ബോർഡ് ബോക്സ് എടുക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വലിയ ബോക്സ് ആകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ പുൽക്കൂടാണിത്. കാരണം ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. കാർഡ്ബോർഡിൻ്റെ വീതി കുറഞ്ഞ സൈഡിൽ ഒരു വരയിട്ട് കൊടുക്കുന്നുണ്ട്. കാർഡ്ബോർഡിൻ്റെ ക്ലോസ്ഡ് ആയിട്ടുള്ള അടിഭാഗത്ത് നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ടിട്ട് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ വേണം വരയ്ക്കാൻ. കട്ടിങ് സ്ട്രെയിറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ മാർക്ക് ചെയ്തിട്ട് വരച്ചു കൊടുക്കുന്നത്. പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് ബോക്സ് തപ്പി ഇറങ്ങുമ്പോൾ വീട്ടിൽ ഉപയോഗമില്ലാത്ത ബോക്സ് തന്നെയാണോ എന്ന് ചോദിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ വീട്ടിൽ പോരാളിയായിട്ട് പൊരിഞ്ഞ പോരാട്ടമായിരിക്കും. ഡിസംബർ ആയിക്കഴിഞ്ഞാൽ എനിക്ക് പുൽക്കൂട് പണി തന്നെയായ കാരണം കൊണ്ട് ഇവിടെ കാർഡ്ബോർഡിൻ്റെ വൻ ശേഖരം തന്നെ ഉണ്ട്. ഇനിയും ബോക്സുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിക്കുന്നുള്ള ഭീഷണി പേടിച്ചാണ് ഇപ്പം തന്നെ പുൽക്കൂട് പണി തുടങ്ങിയത്. അല്ലെങ്കിൽ പിന്നെ പുൽക്കൂട് പണി ആ നേരത്ത് പുൽക്കൂടും ഉണ്ടാവില്ല, ബോക്സും ഉണ്ടാവില്ല, അങ്ങനത്തെ അവസ്ഥയാവും. തകൃതിയായിട്ട് പുൽക്കൂട് പണി നടക്കുന്ന നേരത്താണ് 2 കുഞ്ഞു കൈകൾ ഇതേ തെർമോക്കോൾ കട്ടർ എടുത്തിട്ട് വലിച്ചുകൊണ്ട് പോണത് കണ്ടത്. അരുതുണ്ണി, സാഹസത്തിനൊന്നും മുതിരരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വേഗം റൂമിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഇവിടെ ഒരു പൊരിഞ്ഞ പോരാട്ടത്തിന് ശേഷമാണ് വീണ്ടും എനിക്ക് എൻ്റെ പുൽക്കൂട് പണി തുടങ്ങാൻ പറ്റിയത്. മീൻ നന്നാക്കുമ്പോൾ മീനിൻ്റെ ചിറകും വാലൊക്കെ മുറിച്ച് കളയുന്ന പോലെ നമ്മുടെ ബോക്സിൻ്റെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഭാഗത്തെ ഫ്ലാപ്പുകളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ആയുധം വെച്ചിട്ടുള്ള കളി ആയതുകൊണ്ട് തന്നെ കൈ മുറിയാതിരിക്കാൻ സൂക്ഷിക്കണേ. കൈ മുറിഞ്ഞു കഴിഞ്ഞ് വീട്ടുകാരുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയാൽ അതിന് ഞാൻ ഉത്തരവാദിയായിരിക്കില്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അഹങ്കാരം കൊണ്ട് പറയല്ല. പണ്ട് ഈ തെർമോക്കോൾ കട്ടർ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ നോക്കിയാലും എൻ്റെ കൈ മുറിയും. വേറൊന്നുമല്ല, ക്ഷമ എന്ന് പറഞ്ഞത് അടുത്തോടെ പോയിട്ടില്ല. അതന്നെ. ഇന്നിപ്പോൾ ഇത്തിരി ബുദ്ധിയും പോതൊക്കെ വെച്ച കാരണം കൊണ്ടാണോ എന്നറിയില്ല, കൈമുറിയാതെ കട്ട് ചെയ്യാനൊക്കെ ഞാൻ പഠിച്ചു. കൃത്യമായിട്ട് വരച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കട്ട് ചെയ്യാനൊക്കെ നല്ല സിമ്പിളാണ് കേട്ടോ. തൃശ്ശൂർക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ നമ്മുടെ തൃശ്ശൂർ പൂരം പോലെ മരിയൻ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിലും പുൽക്കൂട് പൂരം തുടങ്ങുക കേട്ടോ. ഒരുപാട് വെറൈറ്റി പുൽക്കൂടുകളാണ് വരാനിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ മണ്ണിലാണ് പുൽക്കൂട് പണിതരുന്നത് കേട്ടോ. അപ്പോൾ പുഴയൊക്കെ ഉണ്ടാക്കുമ്പോൾ നീല കളർ പ്ലാസ്റ്റിക് കവറൊക്കെ കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിക്കുകയൊക്കെയാണ് ചെയ്തിരുന്നത്. പക്ഷേ എനിക്ക് അന്ന് ഉണ്ടാക്കുന്ന സമയത്ത് പുൽക്കൂടിന് ഈ പുഴ ഉണ്ടാക്കാൻ പ്ലാസ്റ്റിക് കവർ കിട്ടിയില്ല. അങ്ങനെ വീട്ടിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കവറിൽ നീല പ്ലാസ്റ്റിക് കവർ ഉണ്ടോയെന്ന് അന്വേഷിച്ച് അടുക്കളയിൽ അമ്മയുടെ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. അത് മൊത്തം വലിച്ചിട്ട് അടുക്കള മൊത്തം വൃത്തികേടാക്കിയതിന് അമ്മയിൽ നിന്ന് ചീത്ത കേട്ടത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ അമ്മ എങ്ങനെയത് മറക്കുക, അങ്ങനെയല്ല ചീത്ത കേട്ടത്. അതുകൊണ്ടുകൂടി എനിക്ക് പ്ലാസ്റ്റിക് കവറും വേണ്ട പുഴയും വേണ്ട എന്നുള്ള അവസ്ഥയായി. അവസാനം ഞാൻ എൻ്റെ പുഴ ഉണ്ടാക്കാനുള്ള ആഗ്രഹം മൂത്ത് നമ്മുടെ വെള്ള A4 ഷീറ്റ് ഇല്ലേ, അതെടുത്തിട്ട് അതിൽ നീല പെയിൻ്റ് അടിച്ചിട്ട് ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് അങ്ങോട്ട് ഒട്ടിച്ചു. എന്നിട്ടാണ് ഞാൻ എൻ്റെ പുഴയുടെ ആശ തീർത്തത്. ഇനി നമ്മുടെ പുൽക്കൂടിൻ്റെ മേൽക്കൂര പണിയുമ്പോൾ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് എടുക്കുക. അതിനിങ്ങനെ നടുക്ക് മടക്കിയതാവണം. പിന്നെ അതിൻ്റെ വീതി എന്ന് പറയുന്നത് നമ്മുടെ പുൽക്കൂടിനേക്കാൾ കുറച്ച് ഇതുപോലെ കൂടി നിൽക്കണം. അതുപോലെ തന്നെ മേൽക്കൂര വയ്ക്കുമ്പോൾ കുറച്ച് താഴോട്ട് ഇതുപോലെ ഇറങ്ങി നിൽക്കുന്നത് പോലെ കുറച്ച് നീളത്തിലും വേണം. ഇതൊക്കെ എന്തിനാണെന്നല്ലേ ഇപ്പം പറഞ്ഞുതരാം. നമ്മൾ പുൽക്കൂട് പണിയുമ്പോൾ പുൽക്കൂടിൻ്റെ മേൽക്കൂര ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇറങ്ങി നിന്നാലല്ലേ പുൽക്കൂട് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ടെക്സ്ചേർഡ് ആയിട്ടുള്ള കാർഡ്ബോർഡ് ഷീറ്റാണ് കേട്ടോ. ഇത് നമ്മുടെ പുൽക്കൂടിൻ്റെ ഓട് മെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്ത് ചെയ്യുക, ഒരു വീടിൻ്റെ കോൺട്രാക്റ്റ് മുഴുവൻ ഏറ്റെടുത്തിരിക്കുകയല്ലേ. ഓട് മെയ്യണം, പെയിൻ്റ് അടിക്കണം. ഒരു പുൽക്കൂട് പണി കഴിയുമ്പോഴേക്ക് എന്തൊക്കെ പണികൾ പഠിച്ചു അല്ലേ. എന്നെ വല്ല വാർക്കപ്പണിക്കോ പെയിൻറ്റ് പണിക്കോ എങ്ങാനും വിട്ടാലോ എന്നുള്ള ഗൂഢാലോചന വരെ വീട്ടിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യേണ്ടി വരുമോ എന്തോ. അപ്പോൾ എല്ലാവരും ഇവിടെ കമോൺ, നമുക്ക് നമ്മുടെ ഓട് മെയ്യാം. അതിനായിട്ട് നമ്മളൊരു സ്കെയിൽ വലുപ്പത്തിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഓട് പണി എന്ന് പറഞ്ഞപ്പോഴാണ് ഓട് ഫാക്ടറികളൊക്കെ അടച്ചു തുടങ്ങി. സത്യം പറഞ്ഞപ്പോൾ എവിടെയാണ് ഓട് മെയ്യണത്? എല്ലായിടത്തും ടെറസ് വീടുകളായില്ലേ അല്ലേ. പണ്ട് കാലത്തൊക്കെ ടെറസ് വീട് കാണാനായിരുന്നു എല്ലാവർക്കും കൊതി. കാരണം എല്ലായിടത്തും ഓടിട്ട വീടാണ്. ഇന്നിപ്പോൾ എല്ലാവർക്കും ഓടിട്ട വീട് കാണാനാണ് കൊതി. ഇപ്പം എല്ലായിടത്തും ടെറസ് വീടല്ലേ. എന്താ ചെയ്യാല്ലേ, കാലത്തിൻ്റെ ഒക്കെ ഒരു പോക്കി. ഇനി നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ള ഈ ഓടുകളെല്ലാം നമ്മൾ ഈ കാർഡ്ബോർഡിൻ്റെ വലുപ്പത്തിൽ വെച്ച് കട്ട് ചെയ്യണം കേട്ടോ. ആദ്യത്തെ ഒരു ഷീറ്റ് മാത്രം കാർഡ്ബോർഡിൻ്റെ ഒപ്പം വെച്ച് കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആ കട്ട് ചെയ്ത ഷീറ്റ് വെച്ചിട്ട് ബാക്കി എല്ലാതും കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പണി കുറച്ചുകൂടി സിമ്പിളാവും. ഈ പുൽക്കൂടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നതും ഈ ഓട് പണിയാണ് കേട്ടോ. ഈ ഓട് പണി നല്ല അടിപൊളിയായിട്ട് വന്നു കഴിഞ്ഞാൽ സൂപ്പർ ലുക്കായിരിക്കും നമ്മുടെ പുൽക്കൂടിന്. അടുത്ത മോഡൽ പുൽക്കൂട് ഇതിൻ്റെ പിന്നാലെ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഒട്ടിക്കാനായിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോൾ യൂസ് ചെയ്യാം. ഫെവിക്കോൾ ആകുമ്പോൾ ഒട്ടാനായിട്ട് ലേശം സമയം എടുക്കുന്നു മാത്രം. ഏറ്റവും അറ്റത്തായിട്ട് നമ്മളിതുപോലെ
ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കാർഡ്ബോർഡിൻ്റെ ഒപ്പമാണ് ഓട് നിൽക്കേണ്ടത് കേട്ടോ, താഴത്തേക്ക് ഇറങ്ങി നിൽക്കണ്ട. അടുത്തത് നമ്മൾ ഗമ്മ് തേക്കേണ്ടത് ഈ ഒട്ടിച്ച ഓടിൻ്റെ മേൽഭാഗത്തായിട്ടാണ് കേട്ടോ. അതിനെ ഓവർലാപ്പ് ചെയ്തിട്ട് മേലെയായിട്ടാണ് അടുത്ത ഓട് ഒട്ടിക്കേണ്ടത്. അപ്പോഴാണ് കറക്റ്റ് ഓടിൻ്റെ ലുക്ക് കിട്ടുള്ളൂ. ഇനി അതുപോലെ തന്നെ അടുത്ത ഓടിൻ്റെ മീതെ ടോപ്പിലായിട്ട് ഇതുപോലെ ഗമ്മ് തേച്ച് കൊടുക്കുക, അതിന് മീതെ ഓവർലാപ്പ് ചെയ്ത് ഒട്ടിക്കുക. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ചെറുപ്പം മുതൽ എനിക്ക് പുൽക്കൂട് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു പുതിയ ക്രിയേറ്റിവിറ്റി എല്ലാ വർഷത്തെ പുൽക്കൂടിൽ ഉണ്ടാവാറുണ്ട്. ആദ്യമായിട്ട് എനിക്ക് ഫാബ്രിക് പെയിൻറ്റ് മേടിച്ച സമയത്ത് പുൽക്കൂട് കംപ്ലീറ്റ് പെയിൻറ്റ് പണിയായിരുന്നു. മെഴുതിരി വരയ്ക്കുന്നു, മാലാഖയെ വരയ്ക്കുന്നു, പ്രാവ് വരയ്ക്കുന്നു. എൻ്റെ അമ്മോ എന്തൊക്കെയായിരുന്നു. അവസാനം എൻ്റെ അമ്മ ചോദിച്ചു, നീ പെയിൻറ്റ് പണിയാണോ ചെയ്യുന്നത് പുൽക്കൂട് പണിയാണോ ചെയ്യുന്നതെന്ന്. അമ്മയും പറഞ്ഞിട്ട് കാര്യമില്ല, അതായിരുന്നു പുൽക്കൂടിൻ്റെ അവസ്ഥ. എന്തിനധികം പറയണു, ഞാൻ മാതാവിനും ഔസേപിതാവിനും വരെ പെയിൻ്റ് അടിച്ചു എന്ന്. അവരൊന്ന് തിളങ്ങട്ടേന്നേ. അവസാനം പെയിൻറ്റ് പണി കഴിഞ്ഞ് വന്നപ്പോൾ മാതാവ് നൈസായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടി. അങ്ങനെ പുതിയ പുൽക്കൂടിൻ്റെ സെറ്റ് മേടിച്ചിട്ടാണ് ആ കൊല്ലത്തെ പുൽക്കൂട് പണി അവസാനിപ്പിച്ചത്. അപ്പോൾ അമ്മ പറഞ്ഞു, നിൻ്റെ പെയിൻറ്റ് പണി കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇത് കോളാക്കാനുള്ളതാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു രൂപങ്ങൾക്ക് ഞാൻ പെയിൻ്റ് അടിച്ചിട്ടില്ല. അവരത്ര തിളങ്ങിയാൽ മതിയെന്നേ. പിന്നെ ഈ ഓടുപണിയുടെ ഇടയിലേ ഈ മടക്ക് വരുന്ന ഭാഗത്ത് കയറ്റി ഒട്ടിക്കരുത് കേട്ടോ, അപ്പോൾ നമുക്ക് മടക്കാൻ പറ്റില്ല. കറക്റ്റ് ആ മടക്കിൻ്റെ അവിടെ ഇതുപോലെ വരുന്ന പോലെ വേണം ഒട്ടിക്കാട്ടാ. ഇതുപോലെ അതുപോലെ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ അല്ലേ. അവസാനം അതെന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതെന്ന് പറഞ്ഞാൽ അതാണെന്ന് പറഞ്ഞ അവസ്ഥയാവില്ലല്ലോ. ഇനി പെയിൻറ്റ് ലാഭിക്കാനും സംഗതി കുറച്ച് പെർഫെക്ഷനിൽ കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ A4 ഷീറ്റ് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. കാരണം കാർഡ്ബോർഡിൽ നേരിട്ട് പെയിൻ്റ് അടിക്കുമ്പോൾ കുറച്ചധികം പെയിൻ്റ് ആവശ്യം വരും. പിന്നെ വെള്ളം ചേർക്കാനും പറ്റില്ല. ഏത് അതന്നെ A4 ഷീറ്റാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് ഒട്ടിക്കാനുള്ള എളുപ്പവഴിയാണ് ഞാൻ അതിൽ കാണിക്കുന്നത്. നമ്മൾ അതിനകത്ത് വെച്ച് ഒരു പാട് വീഴ്ത്തുക, അവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒട്ടിച്ച ശേഷം ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഇതേ മെത്തേഡ് തന്നെയാണ് ഈ ക്രിബ് ഫുള്ള് വൈറ്റ് പേപ്പറിൽ കവർ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, പണ്ട് ഞങ്ങളുടെ വീട്ടിൽ പുൽക്കൂട് ഉണ്ടാക്കിയിരുന്നത് മണ്ണിലാണ്. അപ്പോൾ മണ്ണിലുണ്ടാക്കുന്ന സമയത്ത് എനിക്കൊരു കൊല്ലം ഭയങ്കര ആഗ്രഹം പുൽക്കൂടിന് ചുറ്റും പുല്ലൊക്കെ മുളച്ച് നിൽക്കുന്നത് കാണണമെന്ന്. അങ്ങനെ ഞാൻ പപ്പോട് പറഞ്ഞ് തേനവിത്തൊക്കെ മേടിച്ചു കൊടുന്നു കേട്ടോ. അങ്ങനെ അവസാനം തേനവിത്തൊക്കെ വെതറി 25-ാം തീയതി ആകുമ്പോഴേക്കും അതൊക്കെ മുളയ്ക്കണം എന്നുള്ള രീതിക്കാണ് ഞാൻ വെതറിയത്. പക്ഷേ എത്ര നേരത്തെ വെതറണം അല്ലെങ്കിൽ എത്ര ടൈം എടുക്കും അത് മുളയ്ക്കാനൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അന്ന് എനിക്കിതൊക്കെ പറഞ്ഞു തരാൻ ഗൂഗിളമ്മച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം തേനവിത്ത് പാവി മുളച്ച് കഴിയുമ്പോഴേക്കും ക്രിസ്മസും കഴിഞ്ഞു, ന്യൂ ഇയറും കഴിഞ്ഞു. അവസാനം അമ്മ ചോദിച്ചു, ഇനിയിപ്പോൾ ഈസ്റ്ററിന് മുളപ്പിക്കാനാണോ മോളെ നീട്ടതെന്ന്. അടുത്ത കൊല്ലത്തെ പുൽക്കൂട് പണിയായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരത്തെ കൂട്ടി തന്നെ വിത്തൊക്കെ വെതറി. എന്തായാലും ഈസ്റ്ററിന് നിൽക്കണ്ടല്ലോ, ക്രിസ്മസിന് തന്നെ മുളയ്ക്കട്ടെ എന്ന് കരുതി വിത്ത് വെതറി. ഇത് കുറച്ച് നേരത്തെ ആയിപ്പോയോ എന്നൊരു ചെറിയ സംശയം. ക്രിസ്മസ് ആകുമ്പോഴത്തേനും പശുവിന് പുല്ലരിയാൻ മാത്രം പുല്ലായി. പാതിരാ കുർബാന കഴിഞ്ഞ് വന്ന് അതിൻ്റെ ഉള്ളിൽ ഉണ്ണീശോനെ വയ്ക്കാൻ ഞാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയൂ. തണവ് തട്ടി അതിൻ്റെ ഉള്ളിൽ വല്ല പാമ്പും വന്ന് കിടക്കുന്നുണ്ടാവും മോളെ എന്ന് വരെ എൻ്റെ അമ്മ പറഞ്ഞു. പകച്ചു പോയി എൻ്റെ ബാല്യം, തകർന്നു പോയി എൻ്റെ മനസ്സ്. പിന്നെ ഇന്നേ വരെ ഞാൻ ആ പരിപാടിക്ക് നിന്നിട്ടില്ല. ഇതുപോലത്തെ രസകരമായ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. വായിച്ചിട്ട് എനിക്കൊന്ന് ചിരിക്കാമല്ലോ. ഇപ്പോൾ പുല്ല് മുളപ്പിച്ച് ഏത് പുൽക്കൂട് കണ്ടാലും എനിക്ക് എൻ്റെ പഴയ നൊസ്റ്റു ഓർമ്മ വരും. ഇതൊക്കെ എൻ്റെ ചെറുപ്പകാലത്തെ അനുഭവങ്ങളാണ് കേട്ടോ. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തയ്ക്കാനുള്ള ആഗ്രഹമൊത്ത് വാശി പിടിച്ചൊരു ടൈലറിങ് മെഷീൻ മേടിച്ചു. പിന്നെ ക്രിസ്മസ് ആയാൽ ഞാൻ പിന്നെ ടൈലറിങ് മെഷീനെ വെറുതെ വിടുമോ, കിട്ടിയൊരായതല്ലേ, അതും പരീക്ഷിച്ചു. അത്തവണത്തെ പുൽക്കൂടിൻ്റെ ഉള്ളിൽ മുഴുവൻ കർട്ടൻ്റെ ഒരു മേളായിരുന്നു. അവസാനം കർട്ടനൊക്കെ ഇട്ട് വന്നപ്പോൾ പുൽക്കൂട് എന്നുള്ളൊരു പേര് മാറ്റി രാജകൊട്ടാരെന്ന് പറയേണ്ട അവസ്ഥയായി. അങ്ങനെ എന്തൊക്കെ തരം വെറൈറ്റികൾ. പിന്നെ ഈ തേങ്ങ പൊളിച്ചാൽ കിട്ടുന്ന ചകിരിയില്ലേ, അതൊക്കെ വെച്ച് അതിന് മീതെ കുറേ തുണിയൊക്കെ ഇട്ട് ബ്ലാക്ക് പെയിൻ്റൊക്കെ അടിച്ച് കുറേ പാറക്കെട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാറക്കെട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്കൊരു പൂതി. അതുമ്മേ ഇങ്ങനെ പുല്ല് മുളച്ച് നിൽക്കില്ലേ, പാടത്തൊക്കെ നിൽക്കുന്നൊരു പുല്ല്, ഒരു കാറ്റാടി പുല്ല് പോലത്തെ, അതതിൽ വെക്കണം എന്നൊരാഗ്രഹം. ആ പുല്ല് തപ്പി തപ്പി പാടം വരെ എത്തി. ഉള്ള കൊതുകടി മുഴുവൻ കൊണ്ട് അവസാനം പുല്ലും ഇല്ല വൈക്കോലും ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥയായി. എന്തുട്ട് പാടണാവോ, ഞങ്ങളുടെ അവിടെ മാത്രം പുല്ലില്ല. എൻ്റെ ഒരു ഗതികേടേ. ഇത്രയധികം ദുരന്തങ്ങൾ ഒന്നിച്ചുണ്ടാവുന്ന ലോകത്തിൽ പുൽക്കൂട് പണി നടത്തിയ ആൾ ഞാനായിരിക്കുമെന്ന് എനിക്ക് തോന്നണേ. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കുഞ്ഞ് മുന്തക്കാട്ടിൽ ഒരു ടൈപ്പ് പുല്ലുണ്ട്. അതിൻ്റെ തുമ്പത്ത് ഇങ്ങനെ അത് കയ്യുമായി കഴിഞ്ഞാൽ അങ്ങനെ കൈ ചൊറിയും. അങ്ങനത്തെ ഒരു ടൈപ്പ് പുല്ലുണ്ടായിരുന്നു. അതെങ്കിൽ അത് കിട്ടിയതും പറിച്ചു കൊണ്ടുവന്ന് പാറക്കെട്ടിൽ വെച്ച് ഒരദ്ഭുതം അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ അത് കൊണ്ടുവന്ന് വെച്ച് മേത്ത് കൊണ്ടിട്ടാണോ എന്നറിയില്ല, ചൊറിച്ചിലോട് ചൊറിച്ചിൽ. എൻ്റെ പൊന്നോ, ഇതുപോലത്തെ വെറൈറ്റി ഐഡിയകളും കൊണ്ട് ഈ വഴിക്ക് വരരുത് പറഞ്ഞിട്ട് ഓടിച്ചതാണ് എൻ്റെ അമ്മ അന്ന്.
തല്ല് കിട്ടാതെ രക്ഷപ്പെട്ടത് ആരോ ചെയ്ത സുഹൃതം. ഓർമ്മകൾ പറഞ്ഞു പറഞ്ഞ് പുൽക്കൂട് പണി ഇവിടെ പകുതി വിട്ടുപോയി. അപ്പോൾ നമുക്കിതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം കേട്ടോ. ബ്രൗൺ കളറിലാണ് ഞാൻ പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. പെയിൻ്റ് അടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഉൾഭാഗത്താണ് ആദ്യം പെയിൻ്റ് അടിക്കുന്നത്, എന്നിട്ട് പുറം ഭാഗത്ത് പെയിൻ്റ് അടിക്കുന്നതാണ് നല്ലത്. പിന്നെ പെയിൻ്റ് അടിക്കുമ്പോൾ താഴെ ഒരു പേപ്പർ ഇടാൻ മറക്കണ്ട, അല്ലെങ്കിൽ അവിടെ മൊത്തം പെയിൻ്റായി വീട്ടിലെ പോരാളിയുടെ നിന്ന് അടുത്തൊരു പോരാട്ടത്തിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്കും എന്നെപ്പോലെ കുറച്ച് നെസ്റ്റ് ഓർമ്മകളൊക്കെ കിട്ടും. ഇനി മേൽഭാഗത്ത് ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് പശ തേച്ചിട്ട് നമ്മുടെ മേൽക്കൂര ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മേൽക്കൂരയ്ക്ക് ഇത് ഒട്ടിച്ച ശേഷം മാത്രം ഈ ഓട് ഭാഗത്ത് പെയിൻറ് ചെയ്താൽ മതി. ഓട് ഭാഗത്ത് പെയിൻറ് ചെയ്യുമ്പോൾ അധികം വെള്ളം ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിവിടെ ആക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. വീതി കൂടിയ ബ്രഷ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വർക്ക് തീർക്കാം. എൻ്റെയൊക്കെ വളരെ ചെറുപ്പത്തിൽ വീട്ടിൽ പുൽക്കൂടുണ്ടാക്കിയിരുന്നത് പനയുടെ ഓല വളച്ച് വെച്ചിട്ടായിരുന്നു കേട്ടോ. നല്ല പച്ച കളർ പുൽക്കൂടാണ്, കാണാൻ നല്ല രസമാണ്. അതിലൊരു നീല മാല ബൾബൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. ഞാൻ പിന്നെ കുറച്ച് മുതിർന്ന് തുടങ്ങിയപ്പോൾ ഞാൻ പുൽക്കൂട്ടിൽ മെല്ലെ കൈ കടത്താൻ തുടങ്ങി. പുൽക്കൂട്ടിനകത്ത് നല്ല തുണിയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. അങ്ങനെ പാതിരാ കുർബാന കഴിഞ്ഞ് വന്ന് ഉണ്ണീശോനെ കിടത്താൻ നോക്കിയപ്പോൾ അതിനകത്ത് പൂച്ച കയറി കിടക്കുന്നു. നല്ല തുണിയൊക്കെ വെച്ച് നല്ല ചൂടല്ലേ, പോരാത്തതിന് പനയുടെ കവറിങ്ങും. എന്തുകൊണ്ടും തണവിൽ നിന്ന് രക്ഷപ്പെടാൻ പൂച്ചയ്ക്ക് പറ്റിയൊരു മാർഗം. അവസാനം അതും പറഞ്ഞായി പിന്നെ എന്നെ കളിയാക്കൽ. അതേ, ഇവളുടെ പുൽക്കൂട്ടിൽ പൂച്ച പറ്റി കിടക്കുകയായിരുന്നു എന്ന്. പോരേ പൂരം, നാറി നാറി മൊത്തത്തിൽ നാറി. അതവിടെ ഇരിക്കട്ടെ, നമുക്കിനി ഓടുപണി കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് കോപ്പർ കളറിലുള്ള പേൾ ആക്രിലിക് പെയിൻ്റാണ്. ഈ ഓടൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ലൈറ്റ് അടിക്കുമ്പോൾ ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇത് കൈകൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആ മേൽഭാഗത്ത് മാത്രമായിട്ട് നിൽക്കില്ല, ആ കുഴിഞ്ഞ ഭാഗത്തേക്കൊക്കെ പെയിൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. കൈ വെച്ചാകുമ്പോൾ പെട്ടെന്ന് വർക്ക് കഴിയുകയും ചെയ്യും, പെർഫെക്ഷൻ കിട്ടുകയും ചെയ്യും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുൽക്കൂടിൻ്റെ പണി ഫിനിഷായി. ഇനി ഇതൊക്കെ എടുത്ത് ഒന്ന് സെറ്റ് ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. പുൽക്കൂട് സെറ്റ് ചെയ്യാനായിട്ട് ഒരു പച്ചപ്പ് ഹരിതാപമൊക്കെ കിട്ടാനായിട്ട് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഗ്രാസിൻ്റെ ഷീറ്റ് ഞാനിവിടെ വിരിക്കുന്നുണ്ട്. അതിൻ്റെ മീതെ ഈ പുൽക്കൂട് വെച്ച ശേഷം നമുക്ക് നമ്മുടെ പിതാവിനെയും മാതാവിനെയും ഒക്കെ വെക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന പുൽക്കൂട് ചെറുതായതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ സ്റ്റാച്യൂസ് ആണെങ്കിൽ വെക്കുന്നത് കേട്ടോ. ചെറിയ പുൽക്കൂടും വലിയ രൂപങ്ങളും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ പുൽക്കൂട്ടിൽ എന്താ ഔസ്യപിതാവും മാതാവും പുര നിറഞ്ഞ് നിൽക്കുകയാണോ എന്ന കളിയാക്കലും കൂടെ കേൾക്കേണ്ടി വരും. കഴിഞ്ഞ കൊല്ലം പുൽക്കൂട് പൊളിച്ചപ്പോൾ കിട്ടിയ കുറച്ച് അവശിഷ്ടങ്ങൾ ഞാൻ അതിൻ്റെ ഒപ്പം കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ കൊല്ലം അത് പുൽക്കൂടിൻ്റെ ഭാഗമായിരുന്നു, ഇക്കൊല്ലം അത് മതിലായി. എന്താ ചെയ്യുക, വാട്ട് ആൻ ഐഡിയ സർജി. കഴിഞ്ഞ കൊല്ലത്തെ കല്ല് പതിച്ച വഴി ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കണേന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പുൽക്കൂട് മേക്കിംഗ് വീഡിയോ ചാനലിൽ കിടപ്പുണ്ട്, പോയി കണ്ടോളൂ കേട്ടോ. പഞ്ചായത്ത് കിണറിനെ വെല്ലുന്ന ഈ കിണർ ആരും മറന്നിട്ടില്ലല്ലോ. ഇത് നമ്മുടെ കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയ കിണറായിരുന്നു. ഇക്കൊല്ലം അത് കേടുകൂടാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ന്യൂസ് പേപ്പർ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ കിഡിലൻ പുൽക്കൂടിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതിനകത്ത് ഈ കിണറൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ക്രിസ്മസ് ക്രിബ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റിൽ ഇതെല്ലാം കിടപ്പുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ ആയിരുന്നു. അതിൻ്റെ വീഡിയോയും നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ള സ്പേസ് കുറച്ച് ട്രീസും കുറച്ച് ആട്ടിൻകുട്ടികളെയൊക്കെ വെച്ച് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്ത 2 വീഡിയോസും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് വ്യൂസ് കിട്ടിയിരുന്നു. ഇക്കൊല്ലത്തെ ക്രിബും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വർഷം ഒരുപാട് വെറൈറ്റി ക്രിബുകൾ കൊണ്ടുവരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. ഈ വഴിയുടെ 2 സൈഡിലും നമ്മുടെ അക്വേറിയം ബ്ലാക്ക് സ്റ്റോൺസ് വെച്ചിട്ട് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ടൊരു ക്യൂട്ട്നെസ്സിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പിന്നെടുത്ത് കുത്തിയിട്ട് അവിടെ ഒരു ബെല്ല് തൂക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമ്മുടെ ക്രിബിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ.